അൻവർ കരുക്കൾ നീക്കി. തൃണമൂൽ പിന്തുണയിൽ പഞ്ചായത്ത് ഭരണം UDFന്. ഒറ്റ ഫോൺ കോളിൽ പല പഞ്ചായത്തുകളും LDFന് നഷ്ടമാകുമെന്ന അൻവറിന്റെ വെല്ലുവിളി വീണ്ടും ചർച്ചയാകുന്നു. UDFന്റെ മലയോര സമരയാത്രയിൽ അൻവർ ഇടം പിടിച്ചത് മുന്നണി പ്രവേശന സൂചന. ബ്രൂവറിയിൽ സർക്കാരിനൊപ്പം നിന്ന് BDJS നടത്തുന്ന നീക്കവും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നു. കേരള രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റ ചർച്ചകൾക്കും മുന്നണി പ്രവേശന ചർച്ചകൾക്കും യാതൊരു കുറവുമില്ല. CPM സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് MLA ആയ PV അൻവർ രാജിവെച്ച് ഇടതുമുന്നണിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെങ്കിലും UDFൽ ഇനിയും എത്തിയിട്ടില്ല. PV അൻവറിനോട് UDFനുള്ളിൽ വലിയ തോതിൽ എതിർപ്പുണ്ടെന്നത് അംഗീകരിച്ചാലും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം അൻവർ വേദി പങ്കിട്ടു. UDFന്റെ മലയോര സമര യാത്രയ്ക്ക് മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവറും പങ്കെടുത്തത്. ഇത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനയാണ്. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും തയ്യാറെടുക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന് കാര്യമായ സ്വാധീനം ചില മേഖലകളിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് PV അൻവറിന്. LDF ഭരിക്കുന്ന വയനാട്ടിലെ പനമരം പഞ്ചായത്തിൽ UDFന് അട്ടിമറി ജയം സാധ്യമായത് PV അൻവറിന്റെ കരുനീക്കത്തിലാണെന്നത് ഇതിനോട് കൂട്ടിവായിക്കേണ്ടതാണ്. LDFൽ നിന്ന് കൂറുമാറി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന ജനതാദൾ അംഗം ബെന്നി ചെറിയാന്റെ പിന്തുണയാണ് UDFന് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ തുണയായത്. പനമരം പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് മുസ്ലിം ലീഗ് പ്രതിനിധി ലക്ഷ്മി ആലക്കമറ്റമാണ്. CPMലെ രജിത വിജയനെ 2 വോട്ടിനാണ് ലക്ഷ്മി പരാജയപ്പെടുത്തിയത്. ബെന്നി ചെറിയാൻ UDFനെ പിന്തുണച്ചതോടെ 11 അംഗങ്ങളുള്ള UDFന് 12 വോട്ട് ലഭിച്ചു. BJP വിട്ടുനിന്നു. ഇതോടെ പനമരം പഞ്ചായത്തിൽ ആദ്യമായി ആദിവാസി വനിത പ്രസിഡന്റ് ആവുകയും ചെയ്തു. മുഖ്യമന്ത്രിയെയും CPIMനെയും പരസ്യമായി വെല്ലുവിളിച്ച PV അൻവർ തന്റെ ഒരു ഫോൺ കോളിൽ പല പഞ്ചായത്തുകളിലും LDFന് തിരിച്ചടിയുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പനമരം പഞ്ചായത്തിൽ LDFനെ വീഴ്ത്തിയ അൻവറിന്റെ കരുനീക്കം UDF പ്രവേശനത്തിനുള്ള തടസ്സങ്ങൾ നീക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന്റെ വലിയൊരു സൂചനയാണ് പ്രതിപക്ഷ നേതാവ് ജാഥ ക്യാപ്റ്റനായിട്ടുള്ള UDFന്റെ മലയോര സമര യാത്രയിലേക്ക് അൻവറിന് ലഭിച്ച ക്ഷണം. മുന്നണിയെ ശക്തിപ്പെടുത്താൻ LDFലും ശ്രമം നടക്കുന്നുണ്ട്. NDA ഘടകകക്ഷിയായ BDJSന്റെ മനസ്സ് ഇടതുപക്ഷത്തേക്കാണെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാലക്കാട്ടെ മദ്യനിർമ്മാണശാല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയുമായി BDJS രംഗത്ത് വന്നിട്ടുണ്ട്. CPMനെ ഈ വിഷയത്തിൽ CPI പോലും അംഗീകരിക്കുന്നില്ല. കോൺഗ്രസും BJPയും ബ്രൂവറിയിൽ സമരമുഖത്താണ്. ഇതിനിടെയാണ് പിന്തുണയുമായി BDJS എത്തുന്നത് എന്നത് ശ്രദ്ധേയം. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയ്ക്കും സാമ്പത്തിക പിന്നാക്കാവസ്ഥയ്ക്കും വികസന മുരടിപ്പിനും പരിഹാരമാണ് പദ്ധതിയെന്ന് BDJS ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം അഭിപ്രായപ്പെട്ടു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് വ്യക്തമായ ആധിപത്യമുള്ള കമ്മിറ്റിയാണ് ആലപ്പുഴയിലേത്. കഴിഞ്ഞ 9 വർഷമായി NDA മുന്നണിയിൽ അടിയുറച്ചു നിന്നിട്ടും BDJSന് യാതൊരു പരിഗണനയും ലഭിച്ചില്ലെന്ന വികാരം ശക്തമാണ്. BJP പാർട്ടിക്കൊപ്പം നിന്നില്ലെന്നും അർഹമായ സ്ഥാനമാനങ്ങൾ പോലും നൽകിയില്ലെന്നുമാണ് BDJSനുള്ളിലെ വികാരം. നേരത്തെ കോട്ടയത്ത് ചേർന്ന പാർട്ടി സമ്മേളനത്തിൽ മുന്നണി മാറ്റം അനിവാര്യമാണെന്ന പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബ്രൂവറിയിൽ CPMന് BDJS പിന്തുണ നൽകുന്നത്. പാലക്കാട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ചേർത്തലയിലേക്ക് മാറ്റണമെന്നും കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിച്ചിരുന്ന ചേർത്തലയിലെ മക്ഡവൽ കമ്പനിയുടെ സ്ഥലവും സൗകര്യവും അതിനായി പ്രയോജനപ്പെടുത്തണമെന്നും BDJS യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന് പ്രതിവർഷം 9.5 കോടി ലിറ്റർ സ്പിരിറ്റ് ആവശ്യമുണ്ട്. അതിന്റെ 50% മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. മദ്യനിർമ്മാണ കമ്പനിക്ക് വിജയകരമായി പ്രവർത്തിക്കാൻ പ്രതിവർഷം 20 കോടി ലിറ്റർ വെള്ളമെങ്കിലും വേണ്ടിവരും. അതിന് ജലലഭ്യത കുറഞ്ഞ പാലക്കാടിനേക്കാൾ ചേർത്തലയാണ് യോജിച്ചതെന്നും BDJS ചൂണ്ടിക്കാട്ടുന്നു. നുറുങ്ങരി പുളിപ്പിച്ച് മദ്യമുണ്ടാക്കുമ്പോൾ കുട്ടനാട്ടിലെ കർഷകർക്ക് നെല്ലിന് കൂടുതൽ വില കിട്ടുമെന്നും BDJS യോഗം നിരീക്ഷിച്ചിരുന്നു. ഇടതുമുന്നണിയിലെ CPIയും RJDയും ബ്രൂവറിയെ എതിർക്കുമ്പോൾ BDJS മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വികസന നയത്തിന് പച്ചക്കൊടി കാണിക്കുകയാണ്. SNDPയുടെ പിന്തുണയുള്ള BDJS ഈഴവ വോട്ടുകളിലെ അധീശത്വം അവകാശപ്പെട്ടുകൊണ്ട് CPMുമായി ധാരണയിലെത്തിയാൽ LDFലെത്തും. ആ ധാരണ നടന്നുവെന്ന സൂചനയാണ് ബ്രൂവറി വിഷയത്തിൽ BDJS കൈക്കൊണ്ട നിലപാട്.